ഒരു ചലച്ചിത്രത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ കാലഘട്ടമായി എന്ത് ചെയ്യുന്നു, മലയാളികൾ ആഗ്രഹിച്ച, അതെ, അല്ലെങ്കിൽ ഈ പറയുന്ന മലയാളികൾ പണ്ട് നമുക്കറിയാം, പല മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാലേട്ടന്റെ സിനിമകളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കുറെ 10, 20 അല്ലെങ്കിൽ 2 പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ 3 പതിറ്റാണ്ടുകളായി മലയാളികൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു ആരാധനാ കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ഹീറോയിനായിട്ട് എന്ത് ചെയ്തു, മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ, ഈ പറയുന്ന ഒരു മഹാനടനെ എന്ത് ചെയ്യപ്പെടുന്നു, അവരുടെ മനസ്സിലും അല്ലെങ്കിൽ അവരുടെ ഒരു നെഞ്ചിലേറ്റിയ ആ മോഹൻലാലിന്റെ ഒരു യഥാർത്ഥത്തിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിശ്വരൂപമാണ് എമ്പുരാനിലേക്ക് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളികൾ അതെന്ത് ചെയ്യുന്നു, ഇരു കൈയും നീട്ടിയാണ് എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കും. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന്റെ എത്ര കോടിയിൽ ഔന്നത്യത്തിലേക്ക് ഉയരുന്ന ഒരു കഥാപാത്രത്തെ വളരെ കുറെ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുകയായിരുന്നു, മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ അതിനുശേഷം പല സിനിമകൾ വന്നിട്ടുണ്ട്. അത് ചില സിനിമകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, ചില സിനിമകൾ എന്ത് ചെയ്യപ്പെട്ടു, പരാജയപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും അവരിലൊന്നും തന്നെ മലയാളികൾ ഇത്രത്തോളം പ്രതീക്ഷ എന്ത് ചെയ്തില്ല, അർപ്പിച്ചിട്ടില്ല. കാരണം എമ്പുരാന്റെ ഷൂട്ടിംഗ് തുടങ്ങിയ മുതൽക്ക് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വിവാദങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ സസ്പെൻസുകളും കഥയിലെയും അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ ചിത്രീകരണത്തിലെയും അല്ലെങ്കിൽ അതിന്റെ സംവിധാനത്തിലും അല്ലെങ്കിൽ പ്രൊഡക്ഷനിലും ഒക്കെ ആദ്യ അവസാനം വരെ എമ്പുരാനിൽ എന്താണ്, സസ്പെൻസുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സസ്പെൻസുകൾക്ക് പുറകെ മലയാളികൾ എന്ത് ചെയ്യുന്നു, ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇരു കൈയും നീട്ടി എന്ത് ചെയ്യുന്നു പ്രേക്ഷകർ. അവിടെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മോഹൻലാലിന്റെ ഫാൻസ് മാത്രമല്ല മുഴുവൻ, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഫാൻസ് മാത്രം സ്വീകരിച്ചാൽ ഇത്രയും വലിയ പ്രീ ബുക്കിംഗ് ഒന്നും എന്തില്ല, കേരളത്തിൽ ഉണ്ടാവത്തില്ല. അപ്പൊ മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു മലയാളത്തിന്റെ പൗരുഷത്തെ അല്ലെങ്കിൽ മലയാളത്തിന്റെ ആർജവത്തെ ദർശിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും ഇന്ന് എമ്പുരാനെ എന്ത് ചെയ്യപ്പെടുകയാണ്, ആഘോഷിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്.